ഇന്നത്തെ കാലത്ത് നമ്മുടെ സമയത്തിൻ്റെ ഒരുപാട് ഭാഗം നമ്മൾ ചെലവഴിക്കുന്നത് ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകളുടെയാണ്. അതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, പക്ഷെ അതിന് കൊച്ചു കൊച്ചു ദോഷങ്ങളുമുണ്ട്. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്ക് ന്യൂസിൻ്റെ പ്രചരണമാണ്. ഇപ്പോൾ ഫേക്ക് ന്യൂസ് എന്ന് പറയുമ്പോൾ അത് വെറും ന്യൂസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫേക്ക് ഫോട്ടോസ് ആയിരിക്കാം. അതിൻ്റെ ഏറ്റവും പുതിയ ട്രെൻഡാണ് ഫേക്ക് വീഡിയോസ്. ഒരാളുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത്. ഒരു കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാത്രമുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ആർക്കും ആരുടെയും ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കാം. ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കേണ്ട ആളുടെ ഒരു ഫോട്ടോ മാത്രം നമ്മുടെ കയ്യിൽ മതി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഫേക്ക് വീഡിയോ എന്ന് പറയുമ്പോൾ അത് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ക്രിമിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും. എന്തായാലും ഫേക്ക് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് 2 ഉദ്ദേശങ്ങളാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും, എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്? ഫേക്ക് വീഡിയോ ഉണ്ടാക്കുന്നത് കുറ്റകരമാണെന്നിരിക്കെ ഫേക്ക് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, ഫേക്ക് വീഡിയോ ഉണ്ടാക്കാനുള്ള ടൂൾസ് ഓൾറെഡി ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് നിരോധിക്കാനോ അല്ലെങ്കിൽ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുപോലുള്ള ഫേക്ക് വീഡിയോ ഉണ്ടാക്കാനുള്ള ടൂൾസ് ഓൾറെഡി ക്രിമിനൽസായ ആളുകളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ടൂൾ ഉണ്ട് എന്നുള്ള കാര്യം, അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എല്ലാ ജനങ്ങളിലേക്കും, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഇങ്ങനൊരു ടൂൾ ഉണ്ട്. അപ്പോൾ പിന്നീട് അവർക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തെങ്കിലും ഒരു ഫേക്ക് വീഡിയോ കാണുമ്പോൾ അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഫേക്ക് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇങ്ങനൊരു ബോധ്യം പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫേക്ക് വീഡിയോസ് ഉപയോഗിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ ഒരു പരിധി വരെ കുറയ്ക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം, ഫേക്ക് വീഡിയോ ഉണ്ടാക്കുന്ന ടെക്നോളജി ഒരു മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജിയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്ന ഒരു ഫീൽഡിനകത്ത് വരുന്ന ഡീപ്പ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ പിന്നിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു പുതിയ ടെക്നോളജി ഈ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ മൊത്തത്തിൽ പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു ടെക്നോളജിയെ പറ്റി പരിചയപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇതിൻ്റെ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഉദ്ദേശം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഫേക്ക് വീഡിയോ ഉണ്ടാക്കുന്ന ടൂൾസിൻ്റെ പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് കമ്പ്യൂട്ടറിനെ കൊണ്ട് മനുഷ്യനെ പോലെ വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകളുടെ സംസാരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒരാളുടെ എക്സ്പ്രഷൻ വരിക എന്നുള്ളത്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെ മാറാം, ചിരിക്കുമ്പോൾ എങ്ങനെ വരാം, കരയുമ്പോൾ എങ്ങനെ വരാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ഫോട്ടോ കമ്പ്യൂട്ടറിന് കാണിച്ചു കൊടുത്താൽ കമ്പ്യൂട്ടറിന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം, കമ്പ്യൂട്ടറിന് തന്നെ മനസ്സിലാക്കിയെടുക്കാം അയാൾ ചിരിക്കുമ്പോൾ അയാളുടെ ഫേസ് എങ്ങനെയായിരിക്കും, കരയുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ ഫേസ്, അയാൾ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ ഫേസ് എന്നുള്ളത്. അപ്പോൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേക്ക് വീഡിയോ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫേക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു കമ്പ്യൂട്ടർ മാത്രമാണ്. ഇനി കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ആയാലും മതി. അതോടൊപ്പം ഗൂഗിൾ ഡ്രൈവിലും ഗൂഗിൾ കോലാബിലും നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഗൂഗിളിൻ്റെ ഫ്രീ ഓൺലൈൻ സ്റ്റോറേജ് പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഡ്രൈവ്. അതുപോലെ ഗൂഗിളിൻ്റെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാംസ് റൺ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ കോലാബ്. ഗൂഗിൾ ഡ്രൈവിലും ഗൂഗിൾ കോലാബിലും നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതേ അക്കൗണ്ട് യൂസ് ചെയ്ത് ഒരു ഫ്രീ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫോൾഡർ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ പോയിട്ട് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഓർഡർ മോഷൻ മോഡൽ .zip എന്ന് പറയുന്ന ഫയലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ അൺസിപ്പ് ചെയ്യാം. ഓക്കെ,
ഇപ്പോൾ കിട്ടുന്ന ഫോൾഡറിൻ്റെ നെയിം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓർഡർ മോഷൻ മോഡൽ എന്നാണ് പേര്. ആ പേര് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേ നെയിം തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഫോൾഡറിനകത്ത് 2 ഫയൽസ് കാണാം, ഒരു പിക്ചറും പിന്നെ ഒരു വീഡിയോയും. അപ്പോൾ പിക്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിക്ചറാണ്. വീഡിയോ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു 10 സെക്കൻഡ് ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോയിലെ പോലെ മുഖ്യമന്ത്രിയുടെ പിക്ചറിനെ ആനിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിക്ചറിൻ്റെ റെസൊല്യൂഷൻ വളരെ ലോ ആക്കിയിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് പിക്ചറിൻ്റെ റെസൊല്യൂഷൻ 359x359 ആണ്. അതുപോലെ തന്നെ വീഡിയോയും നമ്മൾ ചെറുതാക്കി എടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ 256x256 സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 30 frames per second ആണ്. റെസൊല്യൂഷനുള്ള വീഡിയോ ആണെങ്കിൽ ഒരുപാട് സൈസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ പ്രോസസ്സ് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ വീഡിയോ ഒക്കെ എടുക്കുക. സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ അല്ലെങ്കിൽ ഏതോ ഓൺലൈൻ ടൂൾസ് ആയാലും മതി, അതിനകത്ത് പോയി നമ്മുടെ വീഡിയോയുടെ സൈസ് പരമാവധി കുറയ്ക്കുക. അപ്പോൾ 256x256 ആണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ചെയ്യേണ്ടത്, സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ പോവുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് പോകുന്നത് ഗൂഗിൾ കോലാബിലോട്ടാണ്. അതിനകത്ത് കോപ്പി ടു ഡ്രൈവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാം അങ്ങനെ തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് ഓട്ടോമാറ്റിക്കലി കോപ്പി ആവും. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ഡ്രൈവിലോട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കണം. അപ്പോൾ അതിനുശേഷം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക, അതിനകത്തോട്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ ഓപ്പൺ ചെയ്ത ഫയലിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതിനകത്തോട്ട് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറേ പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ റൈറ്റ് സൈഡിൽ കാണുന്ന കണക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റഡ് ആയി. അത് കഴിഞ്ഞ് സ്ക്രീനിൽ കാണുന്ന പോലെ ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ഈ പ്രോഗ്രാം കുറേ പാർട്ടായിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടും നമ്മൾ പ്രത്യേകം റൺ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്നാമത്തെ പാർട്ട് നമ്മൾ റൺ ചെയ്തു. ഇനി രണ്ടാമത്തെ റൺ ചെയ്യുക. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വായിച്ച് നോക്കാം. ഇത് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് 1 by 1 ആയിട്ട് റൺ ചെയ്യുക. ഈ മൂന്നാമത്തെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഗൂഗിൾ ഡ്രൈവിലോട്ട് സൈൻ ഇൻ ചെയ്യുക. അത് കഴിഞ്ഞ് അലൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാസ്കോഡ് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് വരും. അപ്പോൾ അത് കോപ്പി ചെയ്യുക. ആ കോഡ് അത് ഓതറൈസേഷൻ കോഡാണ്. അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫോൾഡർ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടു യുവർ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോൾഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് പോകുന്നത് വേറൊരാളുടെ ഗൂഗിൾ ഡ്രൈവിലോട്ടാണ്. അപ്പോൾ അയാൾ ഒരു പർട്ടിക്കുലർ ഫയല് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർ ചെയ്തിട്ടുള്ള ഫയല് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് പേസ്റ്റ് ചെയ്യണം. ഏറ്റവും താഴെ കാണുന്ന voxcpk.pth.tar എന്ന് പറയുന്ന ആ ഫയല് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മേക്ക് എ കോപ്പി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അതിൻ്റെ ഒരു കോപ്പി ഇപ്പോൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി അവിടെ വെച്ച് കാണാൻ പറ്റും. ഇനി അവിടെ മൈ ഡ്രൈവ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും മറ്റേ ഫയലിൻ്റെ, ആ ടാർ ഫയലിൻ്റെ ഒരു കോപ്പി ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ. അത് നമുക്ക് വേറൊരാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫസ്റ്റ് ഓർഡർ മോഷൻ മോഡൽ എന്ന് പറയുന്ന ആ ഫോൾഡർ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ഫോൾഡർ നമ്മുടെ ഡ്രൈവിലോട്ട് നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അപ്ലോഡ് ആയിക്കോളും. അപ്പോൾ അത് അപ്ലോഡ് ആയിക്കഴിഞ്ഞു. ഇനി ആ ടാർ ഫയൽ നമ്മുടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഫോൾഡറിലോട്ട് മൂവ് ചെയ്യുക. നേരത്തെ ടാർ ഫയൽ കോപ്പി ചെയ്തപ്പോൾ അതിൻ്റെ പേര് മാറിപ്പോയിരുന്നു. അതിൻ്റെ പേര് മാറ്റി പഴയ പേര് തന്നെയാക്കുക. ഗൂഗിൾ ഡ്രൈവിൽ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ മോഷൻ മോഡൽ എന്ന് പറയുന്ന ഫോൾഡറും ആ ഫോൾഡറിനകത്ത് 3 ഫയൽസ്, അതായത് പിക്ചർ, പിന്നെ ഒരു വീഡിയോ, പിന്നെ ഈ ടാർ ഫയൽ എന്നിവ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൻ്റെ പേരുകളൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞ് കോലാബിലെ ഫയലിലെ അടുത്ത പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ട പിക്ചറും വീഡിയോയും നമ്മളിവിടെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമ്മുടെ പിക്ചറിൻ്റെ പേര് cm.png ആണ്. അപ്പോൾ ആ പിക്ചറിൻ്റെ പേര് അവിടെ ഒന്നാമത്തെ ലൈനിൽ ഇവിടെ കാണിക്കുന്ന ആ cm.png എന്നാക്കുക. അപ്പോൾ നിങ്ങൾ വേറൊരു ഫയലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ പേര് അവിടെ കൊടുക്കുക. അടുത്തത് വീഡിയോൻ്റെ പേര്. അപ്പം വീഡിയോൻ്റെ പേര് tom.mp4 എന്നാണ്
നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്ത MP4 ഫയലിൻ്റെ പേര്. അപ്പോൾ അതും ഇവിടെ കൊടുക്കുക, tom.mp4 എന്നാക്കുക. അത് കഴിഞ്ഞ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഒരു പൈത്തൺ കോഡാണ്. ഇത് പ്രോഗ്രാമിംഗ് അറിയുന്നവർക്കാണ് ഇത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഇതിപ്പം തൽക്കാലം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് റൺ ചെയ്യാം. ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് നമ്മുടെ പിക്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയും കാണാൻ പറ്റും. അതിൻ്റെ താഴെ അടുത്ത പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് എറർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ ഏതെങ്കിലും ഫയൽ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോഗ്രാം മുഴുവനായിട്ട് റൺ ആവുള്ളൂ. ഇപ്പോൾ ആ പ്ലേ ബട്ടൺ റണ്ണായി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഡീപ്പ് ഫേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം എടുക്കും. പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പിക്ചറും വീഡിയോയും വളരെ ചെറിയ ഫയലായതുകൊണ്ട് അത് അധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പ് ഫേക്ക് വീഡിയോ കാണാൻ പറ്റും. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ? ഇപ്പോൾ ആ ലിപ്പ് മൂവ്മെൻറ്റ്, അതുപോലെ കണ്ണിൻ്റെ എക്സ്പ്രഷൻ, അതുപോലെ മൊത്തം ഫേസ് മസിൽസിലുണ്ടാകുന്ന എക്സ്പ്രഷനൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമിലറായിട്ട് നമുക്ക് കാണാം. ഇനി നേരത്തെ കാണിച്ച പ്രോഗ്രാമിന് ഫേക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഫേക്ക് വോയിസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വിഷ്വൽ പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വോയിസ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ വോയിസ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫേക്ക് വീഡിയോ ഉണ്ടാക്കുന്നവരെ അവിടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഫേക്ക് വോയിസും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇംഗ്ലീഷിലാണ് നമ്മൾ ഫേക്ക് വോയിസ് ചെയ്യുന്നതെങ്കിൽ ഫേക്ക് വോയിസ് ആർട്ടിഫിഷ്യലായിട്ട് കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട്. പക്ഷേ മലയാളത്തിൽ അത് മുഴുവനായിട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഒരു ഫോട്ടോ പുറത്തായി കഴിഞ്ഞാൽ ആർക്കും ഒരു ചിലവുമില്ലാതെ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.